ഹലോ, ഞാൻ റിജി. റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റിനെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് ജൈനിസം, ദ ഫൗണ്ടർ, പാർസ്വാനാനന്ദ 850 BC, ട്രൈറാറ്റിന ഓർ 3 ജെംസ് ഓഫ് ജൈനിസം, വർത്തമാന മഹാവീര 542 468 BC, ഇൻഫ്ലുവൻസസ് ഓഫ് ജൈനിസം, പൊളിറ്റിക്കൽ, സോഷ്യൽ. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. പക്ഷെ മാപ്പ് 1.5 ഇന്ത്യൻ 6th സെഞ്ചുറി BC നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ മൈക്ക് ഓഫായി പോയി. 3 ടൈം നമ്മൾ പറയാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്കിത് ഒരിക്കൽ കൂടി പറയണം എന്നുള്ള താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസം തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക് തന്നെ. അപ്പോൾ ദയവേത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസം. അപ്പോൾ ഈ മാപ്പ് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. നമുക്ക് എല്ലാ മാപ്പൊന്നും ഒരുപാട് വിശദീകരിച്ചൊന്നും പറയാനാവില്ല, കാരണം ടൈമില്ല. ഈ മാപ്പ് എനിക്കൊരു പ്രത്യേക താല്പര്യം തോന്നി, അതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. എല്ലാ മാപ്പും നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയെന്ന് വരില്ല. ദയവേത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസം നോക്കാം. ഇതിന് മുന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞില്ല, ജൈനിസം ദ ഫൗണ്ടർ, അതൊക്കെയാണ് തുടക്കം ഇതിൻ്റെ. ഇൻഫ്ലുവൻസ് ഓഫ് ജൈനിസത്തിൻ്റെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ വീഡിയോയിലാണ് നമ്മളത് പറഞ്ഞേക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ഇത്രേ പറയാനാകുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇൻഫ്ലുവൻസസ് ഓഫ് ജൈനിസം. Political. Jainism weakened the prevailing military spirit and created a peaceful atmosphere. Political Jainism weakened the prevailing military spirit and created a peaceful atmosphere. Social further weakening of the caste system, developing of new styles in art and architecture in temples, construction of several inns, hospitals, schools and other institutions of public utility, tiger caves at Udayagiri, Indarasabha at Ellora, Dilwara temples at Mount Abu, Kanjura home at Budelkand, Adhinad temple in Chittur, and the Shravana Benagola Gomadeshwara. Huge statue of Bahubali are among the famous monasteries and temples that depict the high level of Jain art and architecture in India. Despite being a small community in India, Jainism has contributed to Indian culture and civilization in a big way. Prominent Jain scholars also helped develop various vernacular languages like Tamil and Kannada. Hemachandra, author of History of Gujarat and Yoga Shastra, and Amarasimha, author of Amara Kosha, were the greatest of the Jain scholars. Haribhadra, Egalanga, Siddhasena, Somanatha, Bhadra and Swami Kartikeya were the other important Jain scholars. Prominent Jain scholars also helped develop various vernacular languages like Tamil and Kannada. Hemachandra, author of History of Gujarat and Yoga Shastra, and Amarasimha, author of Amara Kosha, were the greatest of the Jain scholars. Haribhadra, Egalanga, Siddhasena, Somanatha Bhadra, and Swami Kartikeya were the other important Jain scholars. ഇനി നമുക്ക് മാപ്പ് നോക്കാം. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th സെഞ്ചുറി BC. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th സെഞ്ചുറി BC. ഞാൻ പേന വെച്ച് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. നോക്കാം. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th സെഞ്ചുറി BC. Map 1.5 India in 6th century BC.
കമ്പോഞ്ച കമ്പോഞ്ച കമ്പോഞ്ച, ഗാന്ധാര ഗാന്ധാര, വാൽഹിക വാൽഹിക വാൽഹിക, തക്ഷില തക്ഷില തക്ഷില, മാദ്ര മാദ്ര മാദ്ര, കുരുക്ഷേത്ര കുരുക്ഷേത്ര കുരുക്ഷേത്ര, ക്യൂര ക്യൂര ക്യൂര, ഹസ്തിനപുര ഹസ്തിനപുര, മേല മേല മേല, സഖ്യ സഖ്യ സഖ്യ, ഇന്ദ്രപ്രസ്ഥ ഇന്ദ്രപ്രസ്ഥര ഇന്ദ്രപ്രസ്ഥര ഇന്ദ്രപ്രസ്ഥര, പാഞ്ചാല പാഞ്ചാല പാഞ്ചാല, കപിൽ വാസ്തു കപിൽ വാസ്തു കപിൽ വാസ്തു, സ്രവാസ്തി സ്രവാസ്തി സ്രവാസ്തി, സിന്ധു സിന്ധു, മാത്സ്യ മാത്സ്യ, സുരസേന ശുരസേന, വാത്സ്യ വാത്സ്യ, സ്രവാസ്തി സ്രവാസ്തി സ്രവാസ്തി, അയോധ്യ അയോധ്യ അയോധ്യ, മിഥില മിഥില മിഥില, വിഡ്ഹ വിഡ്ഹ വിഡ്ഹ, മിഥില, അയോധ്യ അയോധ്യ അയോധ്യ, വാത്സ്യ വാത്സ്യ വാത്സ്യ, കോസാല കോസാല കോസാല, ലിച്ഛവി ലിച്ഛവി ലിച്ഛവി, വൈശാലി 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 വൈശാലി, വിഡ്ഹ വിഡ്ഹ വിഡ്ഹ, കൗസംബി കൗസംബി കൗസംബി, കാശി കാശി കാശി, വൈശാലി വൈശാലി വൈശാലി, പാടലിപുത്ര പാടലിപുത്ര പാടലിപുത്ര, അവന്തി കേടി പ്രയാങ്ക അവന്തി കേടി പ്രയാങ്ക, മഗധ 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 മഗധ, പ്രയാങ്ക പ്രയാങ്ക പ്രയാങ്ക, സാർമത് സർമത് സർമത്, ബാർഹട്ട് ബാർഹട്ട് ബാർഹട്ട്, ബുദ്ധ് ബുദ്ധ് ബുദ്ധ്ഗയ ബുദ്ധ്ഗയ ബോധ്ഗയ ബോധ്ഗയ ബോധ്ഗയ, രാജഗൃഹ രാജഗൃഹ രാജഗൃഹ, മഗധ 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 മഗധ, ഗംഗ ചമ്പ ഗംഗ ചമ്പ ഗംഗ ചമ്പ, കർമ്മരൂപ 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 കർമ്മരൂപ, അംഗ രാജഗൃഹ രാജഗൃഹ രാജഗൃഹ, അംഗ അംഗ അംഗ, വംഗ വംഗ, താമ്രലിപ്തി താമ്രലിപ്തി താമ്രലിപ്തി, ബ്രോച്ച് ബ്രോച്ച് ബ്രോച്ചി, ഉജ്ജയിൻ സാഞ്ചി ഉജ്ജയിൻ സാഞ്ചി, ബാർഹട്ട് ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട്, ബോധ്ഗയ ബോധ്ഗയ, വിദർഭ വിദർഭ വിദർഭ, കലിംഗ കലിംഗ, അറേബ്യൻ സീ സിന്ധു, വിഡ്ഹ, ആന്ധ്ര വിദർഭ ആന്ധ്ര വിദർഭ കലിംഗ ആന്ധ്ര വിദർഭ കലിംഗ, ബേ ഓഫ് ബംഗാൾ ബേ ഓഫ് ബംഗാൾ, 0 km 400, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി, ലേറ്റർ known as ഇന്ദ്രപ്രസ്ഥര ഡൽഹി, കാശി വാരണാസി, പാടലിപുത്ര പാറ്റ്ന, പ്രയാങ്ക അലഹബാദ് രാജഗൃഹ രാജഗീർ. നമുക്ക് ഒരാഴ്ച പറയാം. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. കംബോജ ഗാന്ധാര, വാൽഹിക, തക്ഷില, മാദ്ര, കുരുക്ഷേത്ര, ക്യൂര, സിന്ധു, ഇന്ദ്രപ്രസ്ഥര, ഹസ്തിനപുര, പാഞ്ചാല, മേല,
മേല സഖ്യ 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 കപിലവസ്തു 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 സ്രവാസ്തി 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 മാത്സ്യ ശുരസേന മാത്സ്യ ശുരസേന മാത്സ്യ ശുരസേന പാഞ്ചാല പാഞ്ചാല വാത്സ്യ 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 സ്രവാസ്തി സ്രവാസ്തി കപിലവസ്തു കപിലവസ്തു സ്രവാസ്തി സ്രവാസ്തി വാത്സ്യ വാത്സ്യ അയോധ്യ 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 മിഥില 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 കോസാല 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 അയോധ്യ അയോധ്യ ലിച്ചവി 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 മിഥില 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 ലിച്ചവി 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 കൗസംബി 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 കാശി 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 വൈശാലി 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 വിഡ്ഹ 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 പാട്ടലിപുത്ര 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 കാശി കാശി കൗസംബി 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 പ്രയാഗ 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 കാശി 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 മഗധ 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 വൈശാലി 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 പാടലിപുത്ര 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 പ്രയാഗ 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 സർനാഥ് സർനാഥ് മഗധ 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 ഗംഗചാമ്പ 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 അവന്തി കേടി അവന്തി കേടി പ്രയാങ്ക അവന്തി കേടി പ്രയാങ്ക ഉജ്ജയിൻ 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 സാഞ്ചി ബാർഹട്ട് ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് ബോധ്ഗയ ബോധ്ഗയ രാജഗൃഹ 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 ഗംഗ 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 ചമ്പ ഗംഗ ചമ്പ ചമ്പ കാമരൂപ 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 താമ്രലിപ്തി 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 അംഗ അംഗ താമ്രലിപ്തി വങ്ക 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 ബ്രോക്ക് ബ്രോക്ക് വിഡാർഭ 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 കലിംഗ കലിംഗ ആന്ധ്ര 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 അറേബ്യൻ സി അറേബ്യൻ സി ബേ ഓഫ് ബംഗാൾ 0 km 400 ബേ ഓഫ് ബംഗാൾ 0 km 400 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി later known as ഇന്ദ്രപ്രസ്ഥര ഡൽഹി ഇന്ദ്രപ്രസ്ഥര ഡൽഹി കാശി കാശി വാരണാസി പാടലിപുത്ര പാറ്റ്ന പ്രയാങ്ക അഹലാബാദ് രാജഗൃഹ രാജ്ഗീർ ഇന്ദ്രപ്രസ്ഥര ഡൽഹി കാശി വാരണാസി പാടലിപുത്ര പാറ്റ്ന പ്രയാങ്ക അലഹാബാദ് രാജഗൃഹ രാജ്ഗീർ മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC കാംബോജ 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 ഗാന്ധാര 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 വാൽഹിക 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 തക്ഷില 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 മാദ്ര 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 കുരുക്ഷേത്ര 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 ക്യുറ 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 സിന്ധു സിന്ധു ഇന്ദ്രപ്രസ്ഥര 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 ഹസ്തിനപുര 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 മാത്സ്യ ശുരസേന മാത്സ്യ ശുരസേന പാഞ്ചാല 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 മെല 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 സഖ്യ 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 കപിലവസ്തു 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 സ്രവാസ്തി 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 വാത്സ്യ 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 അയോധ്യ 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 മിഥില 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 കോസല 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 ലിഖാവി ലിഖാവി കോസല കോസല ലിഖാവി 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 കോസല കോസല ലിഖാവി ലിഖാവി കൗസംബി 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 കാശി 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 വൈശാലി വൈശാലി വൈശാലി
പാടലിപുത്ര 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 വിഡ്ഹ 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 കൗസംബി കൗസംബി അവന്തി കേടി പ്രയാങ്ക അവന്തി കേടി പ്രയാങ്ക മഗധ 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 വൈശാലി 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 പാടലിപുത്ര 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 പ്രയാഗ പ്രയാഗ സർനാഥ് സർനാഥും സർനാഥ് മഗധ 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 ഗംഗ ചാമ്പ ഗംഗ ചാമ്പ ഗംഗ ചാമ്പ ഉജ്ജയിൻ ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് ബോധ്ഗയ രാജഗൃഹ ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് ബോധ്ഗയ രാജഗൃഹ അങ്ക 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 കാമരൂപ 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 വിഡ്ഹ 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 അങ്ക അങ്ക താമ്രലിപ്തി താമ്രലിപ്തി വങ്ക വങ്ക ബ്രോക്കെ 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 ആന്ധ്ര 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 വിഡാർബ 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 കലിംഗ 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 ബേ ഓഫ് ബംഗാൾ 0 km 400 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി later known as ഇന്ദ്രപ്രസ്ഥര ഡൽഹി ഇന്ദ്രപ്രസ്ഥര ഡൽഹി കാശി വാരണാസി പാടലിപുത്ര പാറ്റ്ന പ്രയാങ്ക അലഹാബാദ് രാജഗൃഹ രാജ്ഗീർ. നമുക്ക് ഒരാഴ്ച പറയാം. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. കംബോജ 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 ഗാന്ധാര ഗാന്ധാര വാൽഹിക 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 തക്ഷില 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 മാദ്ര മാഡ്ര മാഡ്ര കുരുക്ഷേത്ര കുരുക്ഷേത്ര കുരുക്ഷേത്രം ക്യുര 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 കബോഞ്ച 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 ഗാന്ധാര 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 വാൽഹിക 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 തക്ഷില 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 മാഡ്ര 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 കുരുക്ഷേത്ര 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 ക്യുര 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 സിന്ധു ഇന്ദ്രപ്രസ്ഥര ഇന്ദ്രപ്രസ്ഥര ഹസ്തിനപുര 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 പാഞ്ചാല 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 മേല 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 സഖ്യ 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 കപിലവസ്തു 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 സ്രവാസ്തി 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 മാത്സ്യസുരസേന മാത്സ്യസുരസേന വാത്സ്യ 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 സ്രവാസ്തി 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 അയോധ്യ 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 മിഥില 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 കോസല 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 ലിച്ചവി 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 കൗസംബി 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 കാശി 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 ലിച്ചവി 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 വൈശാലി 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 കാശി 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 വൈശാലി 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 വിഡ്ഹ 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 കൗസംബി 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 കാശി 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 പാടലിപുത്ര 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 വിഡ്ഹ വിഡ്ഹ അവന്തി കേടി കൗസംബി അവന്തി കേടി കൗസംബി പ്രയാഗ 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 കാശി 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 മഗധ 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 സാർനാഥ് സാർനാഥ് ഗംഗ ഗംഗ ചാമ്പ ചാമ്പ ചേമ്പ കാമരൂപ കാമരൂപ ബ്രോക്കി ബ്രോക്കി ഉജ്ജയിൻ ഉജ്ജയിൻ സാഞ്ചി സാഞ്ചി ബാർഹട്ട് ബാർഹട്ട് ബോധ്ഗയ ബോധ്ഗയ രാജഗൃഹ രാജഗൃഹ അങ്ക രാജഗൃഹ അങ്ക
വങ്ക താമ്രലിപ്തി വിഡാർഭ കലിംഗ താമ്രലിപ്തി വങ്ക ബേ ഓഫ് ബംഗാൾ 0 km 400 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി വിഡ്ഹ later known as Indraprasthara, Delhi, Kashi, Varanasi, Padaliputra, Patna, Prayaga, Allahabad, Rajagriha, Rajgir. ലാസ്റ്റ് പ്രാവശ്യമാണ് നമ്മൾ ഇനി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതോടുകൂടി പിന്നെ ഈ ഭൂപടം ജസ്റ്റ് നമ്മൾ ഈ മാപ്പൊന്നും നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. എല്ലാ വീഡിയോയിലും നമുക്ക് ഇതുപോലെ മാപ്പുകളൊന്നും പറഞ്ഞിരിക്കാനാവില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇത് നമുക്ക് ഒരാഴ്ചടി പറയാം. കബോഞ്ച ഗാന്ധാര വാൽഹിക തക്ഷില മാഡ്ര സിന്ധു കുരുക്ഷേത്ര ക്യൂര ഇന്ദ്രപ്രസ്ഥര മേല ഹസ്തിനപുര പാഞ്ചാല മാത്സ്യ ചുരസേന മേല സഖ്യ കപിലവസ്തു ശ്രവാസ്തി വാത്സ്യ അയോധ്യ മിഥില കൗസംബി കോസാല ലിച്ചവി വൈശാലി കൗസംബി കാശി ലിഖവി വൈശാലി പാടലിപുത്ര വിഡ്ഹ അവന്തി കേടി പ്രയാഗ സർനാഥ് മഗധ ഗംഗ ചമ്പ കാമരൂപ ഉജ്ജയിൻ സാഞ്ചി ബാർഹട്ട് സാർനാഥ് ബോധഗയ രാജഗൃഹ അങ്ക ബ്രോക്കി വിദർഭ കലിംഗ അങ്ക താമ്രലിപ്തി വങ്ക വിഡ്ഹ അറേബ്യൻ സീ താമ്രലിപ്തി വങ്ക ബേ ഓഫ് ബംഗാൾ 0 km 400 റിപ്പബ്ലിക് ഓഫ് ഇന്ത്യസ് ബൗണ്ടറി later known as Indraprasthara, Delhi, Kashi, Varanasi, Padaliputra, Patna, Prayaga, Allahabad, Rajagriha, Rajgir. നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. ജസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഒന്ന് കാണിക്കാണ്. മാപ്പ് 1.5 ഇന്ത്യ ഇൻ 6th century BC. ഇനി സ്പ്രെഡ് ഓഫ് ജൈനിസം നമുക്ക് പറയാനുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. നമുക്ക് വേദിക് ഹൈമൺസും ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മഗധ എന്നുള്ള ടോപ്പിക് ഉണ്ട് സൈഡിൽ, അത് നോക്കാം. അതിന് ശേഷം സ്പ്രെഡ് ഓഫ് ജൈനിസം നോക്കാം, കാരണം ഇത് ബാലൻസ് ഭാഗം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ രീതിക്ക് പറയുന്നതായിരിക്കും കംഫർട്ടബിൾ. ഇനി നമുക്ക് പറയണത് വേദിക് ഹൈമൺസ്. ദ നമ്പർ ഓഫ് ഹൈമൺസ് ആട്രിബ്യൂട്ടഡ് ടു ഡിഫറെന്റ് വേദിക് ഗോഡ്സ് ഈസ് ആസ് ഫോളോസ്. Indra 250, Agni 200, Soma 120, Varuna 12, Surya 10,
Pushan 08, Vishnu 06, Rudra 03, Mitra 01. The number of Haimans attributed to different Vedic gods is as follows: Indra 250, Agni 200, Soma 120, Varuna 12, Surya 10, Pushan 08, Vishnu 06, Rudra 03, Mitra 01. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മഗധ. ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മഗധ. ഫാക്ടേഴ്സ് ഫോർ ദ റൈസ് ഓഫ് മഗധ. A. The close vicinity and control over rich deposits of copper and iron ores rendered better weapons and instruments. A. The close vicinity and control over rich deposits of copper and iron ores rendered better weapons and instruments. B. Favorable geographical location enabled it to control the whole over Gangetic plain. C. Its rich alluvial soil provided a strong agricultural base. The fertility enabled the peasants to produce surplus amount of crops, which could be mobbed by the rulers in form of taxes. D. The thick forests burned Gaya in south Bihar supplied timber for building and elephants for army. The thick forest burned Gaya in south Bihar supplied timber for building and elephants for army. It was Magadha which first used elephants on large scale in wars. E. The two capitals of Magadha, namely Rajagriha and Padaliputra, were situated at strategic points. Rajagriha was surrounded by a group of 5 hills and it was rendered impregnable. Padaliputra was situated at the confluence of Ganges, Gangdak and Son, and therefore formed a water fort or Jaldurga. E. The two capitals of Magadha, namely Rajagriha and Padaliputra, were situated at strategic points. Rajagriha was surrounded by a group of 5 hills and it was rendered impregnable. Padaliputra was situated at the confluence of Ganges, Gandak and Son, and therefore formed a water fort or Jaldurga. E. The two capitals of Magadha, namely Rajagriha and Padaliputra, were situated at strategic points. Rajagriha was surrounded by a group of 5 hills and it was rendered impregnable. Padaliputra was situated at the confluence of Ganges, Gandak and Son, and therefore formed a water fort or Jaldurga. Factors for the rise of Magadha നമ്മൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ടോപ്പിക് സ്പ്രെഡ് ഓഫ് ജൈനിസം ആണ്, അത് നോക്കാം. Spread of Jainism. Unlike Buddhism, Jainism did not spread outside India and remained confined to certain parts of India only, as per the Hathigumba inscriptions. Jainism got plenty of support from kings like Bimbisara, Ajatashatru, and Chandragupta Maurya, along with the Nandas, Kalinga, and the Raja Karavela of Abhaya. Unlike Buddhism, Jainism did not spread outside India and remained confined to certain parts of India only. As per the Hathigumba inscriptions, Jainism got plenty of support from kings like Bimbisara, Ajatashatru, and Chandragupta Maurya, along with the Nandas, Kalinga, and the Raja Karavela of Abhaya.
Its spread to South India is mostly attributed to the rulers of Ganges, the Rashtrakutas and the Chalukyas. In the Deccan region, a companion of Chandragupta Maurya during his Sravana Belagola campaign, Bhadrabahu promoted Jainism. Bhadrabahu promoted Jainism. Unlike Buddhism, Jainism did not spread outside India and remained confined to certain parts of India only. As per the Hattigumba inscriptions, Jainism got plenty of support from kings like Bimbisara, Ajatashatru and Chandragupta Maurya, along with the Nandas, Kalinga and the Raja Karavela of Abhaya. Its spread to South India is mostly attributed to the rulers of Ganges, the Rashtrakutas and the Chalukyas. In the Deccan region, a campaign of Chandragupta Maurya during his Sravana-Belagola campaign, Bhadrabahu promoted Jainism. Table 1.2 Occurrence and results of Jain councils. Table 1.2 Occurrence and results of Jain councils. Table 1.2 Occurrence and results of Jain councils. Place year under the chairmanship of results events. Place year under the chairmanship of results events. First council at Padaliputra. First council at Padaliputra. 3rd century BC. 3rd century BC. Stalabahu. The 14 lost Purvas former texts were replaced by compiling 12 new sections, Angas. The 14 lost Purvas former texts were replaced by compiling 12 new sections, Angas. 1 Ankaranga, 2 Sutra Kridanga, 2 Sutra Kridanga, 3 Stananaya, 3 Stananaya, 4 Samavayanga, 4 Samavayanga, 4 Samavayanga. First council at Padaliputra, 3rd century BC, Stalabahu. The 40 lost Purvas former texts were replaced by compiling 12 new sections, Angas. The 14 lost Purvas former texts were replaced by compiling 12 new sections, Angas. 1 Akaranga, 2 Sutra Krudanga, 2 Sutra Krudanga, 2 Sutra Krudanga, 3 Stananaya, 4 Samavayanga, 4 Samavayanga. Place year under the chairmanship of results events. Place year under the chairmanship of results events. 5 Vakya Pranapti. 5 Vakya Pranapti. 6 Dharma Kadanga. 7 Ubasanga Adhyananga. 8 Anta Krudasanga. 8 Andha Krudasanga. 8 Andha Krudasanga. In 9 Anutara Padaganga. 9 Anutara Padaganga. 10 Prashana Vayangaranga. 10 Prashana Vayangaranga.
11 Viba Casutranga. 11 Viba Casutranga. 11 Viba Casutranga. 12 Drusti Pravadanga. 12 Drusti Pravadanga. 12 Drusti Pravangadanga. 12 Drusti Pravadanga. 12 Drusti Pravadanga. 12 Drusti Pravadanga. 12 Drusti Pravadanga. Your second council at Valabi. Second council to Valabi. Second council to Valabi. 5th century AD. 5th century AD. Dravadi. Devardi. Shama Masramana. Devadri Keshama Masramana. Devardi Keshamasramana. Devardi Keshamasramana. Devardi Keshamasramana. Second council at Valabi, 5th century AD. Devardi Keshamasramana. The 12 Angas and Ubangas minor sections were finally compiled, but these were expedited by Swadambaras. Swadambaras only, while Digambaras virtually rejected them. The 12 Angas and Ubangas minor sections were finally compiled, but these were expedited by Swadambaras only, while Digambaras virtually rejected them. Second council at Valabi, 5th century AD. Devardi Keshamasramana. Devardi Keshamasramana. The 12 Angas and Ubangas minor sections were finally compiled, but these were expedited by Swadambaras only, while Digambaras virtually rejected them. Significance of iron ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. Significance of iron. Significance of iron. Significance of iron. Some historians maintain that it was the introduction of iron implements approximately 750 to 700 BC, which enabled the people to clear the jungle and reclaim the fertile land of the eastern Gangetic plains, and led finally to the rise of the powerful Mahajanapadas. But hitherto there is no archaeological evidence to clearly support this thesis of economic change as the main reason for the rise of Magadha. Iron, however, did play an important role during this period, as it was used mostly for making weapons, and Magadha may now had a strategic advantage due to its access to the iron ore deposits in Chota Nagpur and its better arrangement. Armament. Magadha may now had a strategic advantage due to its access to the iron ore deposits in Chota Nagpur and its better armament. Thus, it was perhaps no accident that Magadha's first great combine was directed against Anga, its neighbor, which was equally close to those iron ore deposits and perhaps controlled the trade routes through which iron would reach northern India. In this way, Magadha eliminated a dangerous competitor
at the very beginning of its imperial career, which was equally close to those iron ore deposits and perhaps controlled the trade routes through which iron would reach northern India. In this way, Magadha eliminated a dangerous competitor at the very beginning of its imperial career. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് അയൺ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് ഇൻഫ്ലുവൻസർ ജെയിൻസിലെ മാപ്പ് 1.5 ഇന്ത്യൻ 6th century BC, അതുപോലെ തന്നെ ഈ മാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് തുടക്കം പറഞ്ഞ മാപ്പ്, അതുപോലെ തന്നെ ടേബിൾ 1.2 ഒക്കുറൻസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ജെയിൻ കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഇതിൽ വരുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകം എടുത്ത് പറയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇത്രയും പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോകാറുണ്ട്, ഞാൻ മറന്നു പോയതാണ്. അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം അത്യാവശ്യം നല്ല വേർഡ്സുകളൊക്കെയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കുറേ എഫേർട്ട് എടുത്തൊക്കെ പറയേണ്ട അവസ്ഥയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ കുറച്ച് ബുദ്ധിമുട്ട് ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു പോയപ്പോഴേക്കാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പറയുന്നതായിരിക്കും കംഫർട്ടബിൾ. നിങ്ങൾക്കും അത് സൗകര്യമായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കും ഈ വേർഡ്സുകളൊക്കെ, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ നിസ്സാര വേർഡ്സ് പോലും ചിലപ്പോൾ തെറ്റി പറയാറുണ്ട് എന്നുള്ളൊരു ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം എടുത്ത് പറയുന്നത്. അപ്പം അത് നമുക്ക് വിടാം. അടുത്തത് ഇനി തീർത്ഥങ്കരാസ് ആണ് പറയുന്നത്. തീർത്ഥങ്കരാസ് are believed to be the great preachers of the religious order. They can take birth like any other person and they follow the right path to achieve salvation. In Jainism, there are 24 Tirthankaras, starting from Rishabdev, Abhinad or Edeshwar to Vartaman Mahavir. Rishabdev, Ajitnath, Sambhavanath, Abhinandan, Sumadinath, Padma Prabhu, Suparaswanath, Chandra Prabhu, Subidinath, Siddhalnath, Shreyasnath, Vasupujya, Vimalnath, Anadnath, Dharmanath, Shandinath, Kundunath, Aranath, Maliyanath, Muniswarad, Niminath, Pareswanath Bhagavan, and Mahavir Swami Bhagavan. Tirthankaras are believed to be the great preachers of the religious order. They can take birth like any other person and they follow the right path to achieve salvation. In Jainism, there are 24 Tirthankaras, starting from Rishabdev, Abhinad or Edeshwar to Vartaman Mahavir. Rishabdev,
അജിത്നാഥ്, സംഭവനാഥ്, അഭിനന്ദൻ, സുമാദിനാഥ്, പത്മപ്രഭു, സൂപ്പരാസ്വനാഥ്, ചന്ദ്രപ്രഭു, സുവിധിനാഥ്, സിദ്ധാൽനാഥ്, ശ്രേയാൻസ്നാഥ്, വാസുപൂജ്യ, വിമൽനാഥ്, അനന്ത്നാഥ്, ധരാംനാഥ്, ശാന്തിനാഥ്, ക്യൂതുനാഥ്, അരനാഥ്, മല്ലിനാഥ്, മുനീശ്വരാത്ത്, നമിനാഥ്, നെമിനാഥ്, പരസ്വനാഥ് ഭഗവാൻ and Mahavir Swami Bhagavan. പരസ്വനാഥ് ഭഗവാൻ ആൻഡ് മഹാവീർ സ്വാമി ഭഗവാൻ. അപ്പൊ തീർത്ഥങ്കരാസാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഡിക്ലൈൻ ആണ് പറഞ്ഞത്. ഡിക്ലൈൻ owing to very rigid and high ideals, Jainism suffered a downfall. The austere ways and high ideals of Jainism lead to its decline. The followers of Jainism found it difficult to follow the enshrined tenets of austerity and chose to adapt to the changing environment, thus leading to the loss of popularity of the religion. Another reason for the decline of Jainism was the lack of royal support. Decline owing to very rigid and high ideals, Jainism suffered a downfall. The austere ways and high ideals of Jainism lead to its decline. The followers of Jainism found it difficult to follow the enshrined tenets of austerity and chose to adapt to the changing environment, thus leading to the loss of popularity of the religion. Another reason for the decline of Jainism was the lack of royal support. അപ്പോൾ ഡിക്ലൈൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ജെയിൻ കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലുള്ള ടോപ്പിക്സ് ഉണ്ട്, അത് നോക്കാം. ജെയിൻ കൗൺസിൽസ്. Two important Jain councils were held in order to settle prevailing differences between the Jain scholars of respective era. The main difference in opinion was between the followers of Parsvananda and those of Mahavira. However, the second council failed to solve the differences and thus was the last council. It also marked the split in the religion and the advent of two new sects within Jainism, Shvetambaras and Digambaras. Shvetambaras are flexible in their approach, follow the teachings of the 23rd Tirthankara Parasvanananda and clad themselves in white garments. Digambaras are followers of 24th Tirthankara Mahavira. They believe in rigid penance which can be attained by punishment to self and body. The stresses on nudity and not allow the use of cloth to cover the body. ഇപ്പോൾ ജെയിൻ കൗൺസിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് അബൌട്ട് മഹാവീര. ഇനി നോക്കാം. ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് അബൌട്ട് മഹാവീര. മഹാവീരസ് ഒറിജിനൽ നെയിം വർത്തമാന. ഡേറ്റ് ഓഫ് ബർത്ത് 540 BC.
Place of birth, Kundalgrama in Vaishali. Kundalgrama in Vaishali. Father Siddhartha, head of the Inatrika tribe. Mother Trishala, Lichavi princess. Became a monk at the age of 30. Period of asceticism. Period of asceticism 12 years. Attainment of nirvana at the age of 42. Death at the age of 72, 468 BC. Cause of death, self-starvation at Pava near Rajagriha. Death at the age of 72, 468 BC. Cause of death, self-starvation at Pava near Rajagriha. ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് അബൌട്ട് മഹാവീരൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഇനി വരുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ജൈനിസം. Founded as a result of revolt against Brahmanism, 6th century BC. Founded as a result of revolt against Brahmanism, 6th century BC. Number of Tirthankaras, 24. 24th Tirthankara Mahavira. 23rd Tirthankara Parsvanatha, founded by Rishabha Digambaras, space clad naked, Svedambaras, white clothes clad, Nigaranda, those who are free from every bond. Nigaranda, those who are free from every bond. Arhant refers to one who has attained nirvana. Arhant refers to one who has attained nirvana. Additional information about ജൈനിസം നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സുകളെല്ലാം. ഇനി നമുക്ക് ബുദ്ധിസമാണ് പറയാനുള്ളത്. അപ്പം ബുദ്ധിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബുദ്ധിസം നല്ല മഴയാണ്, എന്താ പറയുക, നല്ല മഴ പെയ്യുന്നുണ്ട്, കാര്യമായ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ദയവേദം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. രാത്രി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ്. ഓൾറെഡി നമുക്ക് അല്ലാതെ തന്നെ എന്താ പറയുക, കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് വീഡിയോയിൽ. അത് ഓൾറെഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ മഴയും കൂടി ആകുമ്പോൾ പറഞ്ഞത് ശരിയാവില്ല, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ മഴ ഇത്തിരി കുറഞ്ഞിട്ട് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചാൽ അതിന് പരിമിതികളുണ്ട്. കറണ്ട് പോകുന്നുള്ളത് അറിയില്ല. Buddhism, the fourth greatest religion in the world, originated in India. It received state patronage from kings like Ashoka the Great, and it spread to neighboring countries like Myanmar, Sri Lanka, Japan, Vietnam, and Thailand. Founded around the 6th century BC, the causes for the rise of Buddhism are: A. Vedic rites had become very complicated and expensive. B. Domination of Brahmins who monopolized religion. C. Use of difficult and outdated language in religious ceremonies. Buddhism, the fourth greatest religion in the world, originated in India. It received state patronage from kings like Ashoka the Great, and it spread to neighboring countries like Myanmar, Sri Lanka, Japan, Vietnam, and Thailand. Founded around the 6th century BC. The causes for the rise of Buddhism are: A. Vedic rites had become very complicated and expensive. B. Domination of Brahmins who monopolized religion. C. Use of difficult and outdated language in religious ceremonies. ബുദ്ധിസമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫൗണ്ടറാണ് പറയാനുള്ളത്. ഫൗണ്ടർ Buddhism was founded by Gautama Siddhartha, who was a Kshatriya prince of the Saka clan. He left his family at the age of 29
in search of truth, also called the Great Renunciation, and wandered for approximately 7 years. Siddhartha received enlightenment at Bodh Gaya under a pipal tree and became the Buddha. He delivered his first sermon at Sarnath in Banaras and spread his message for approximately 40 years before dying at the age of 80 in 487 BC at Kushinagar in Deoria district of eastern Uttar Pradesh. ഇനി അടുത്തത് the schism or split in Buddhism. The schism or split in Buddhism. During the fourth Buddhist council held in Kashmir, the Buddhists split into two groups, the Hinayana and the Mahayana. Hinayana and the Mahayana. The Hinayanas believed in the simple teachings of Buddha. They worshipped the image of Gautama Buddha and honored his footprints and other objects which belonged to him. Pali was their main language. The Mahayanas also worshipped the image of Buddha. Sanskrit was their language. They preached and hence got all of Buddha's teachings translated into Sanskrit. The Buddha was regarded as God, and the doctrine of Bhakti became an integral part of the Mahayana Buddhism. The Mahayanas also worshipped the image of Buddha. Sanskrit was their language. They preached and hence got all of Buddha's teachings translated into Sanskrit. The Buddha was regarded as God, and the doctrine of Bhakti became an integral part of the Mahayana Buddhism. Tripitakas or three Pitakas in Buddhism. Tripitakas or three Pitakas in Buddhism. The collection of teachings in Buddhist literature. The collection of teachings in Buddhist literature. Sutta Pitaka. Sutta Pitaka. Vinayaka Pitaka. Dharma Pitaka. Sutta Pitaka, Vinayaka Pitaka, Dharma Pitaka. Sutta Pitaka, Vinayaka Pitaka, Dharma Pitaka. Sutta Pitaka. Sutta Pitaka, 5 books. Dirgha Nigaya, Madhya Nigaya, Semiyukla Nigaya, Anguttara Nikaya, Kundaka Nigaya, Vinaya Pitaka, 5 books. Mahavarga, Kausilaga Varga, Paskatapa Varga, Parajiga Varga, Parivara Varga. Dharma Pitaka, 6 books. Dharma, Sangra, Vibhanga, Fatakata, Kadavasti, Udgala, Pankti, Prasthana, Dharma, Sangraha, Vibhaga, Fatakada, Kadavasti, Udgala, Pakti, Prasthana. Tripitakas or 3 Pitakas in Buddhism. The collection of teachings in Buddhist literature. Sutta Pitaka, Vinayaka Pitaka, Dharma Pitaka. Sutta Pitaka, 5 books. Dirgha Nikaya, Madhya Nikaya, Samyukla Nikaya, Anguttara Nikaya, Kundaka Nikaya,
Vinayaka Pidaka 5 books. Mahavarga, Kasulaga Varga, Paskataga Varga, Paskatapa Varga, Parajiga Varga, Parivara Varga. Dharma Pidaka 6 books. Dharma Sangraha, Vibhanga, Patakeda, Kedavasti, Pudgala, Pankti, Prasthana. Patripidakas or 3 Pitakas in Buddhism നമ്മൾ പറഞ്ഞത്. The collection of teachings in Buddhist literature. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോയിൽ കൊടുക്കുന്നത് ഓർത്തിരിക്കാൻ വേണ്ടി. ഇനി ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം ആണ് പറയാനുള്ളത്. നമുക്ക് പിന്നീട് പറയാം. കാരണം വെച്ചാൽ നമുക്ക് വേറെ ചില ടോപ്പിക് ഉണ്ട്, സം എക്സ്പെർട്സ് ഓഫ് ധർമ്മ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. നമുക്ക് ടൈം മൈക്കിൻ്റെ ചാർജ് അനുസരിച്ചായിരിക്കുള്ളൂ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സം എക്സ്പെർട്സ് ഓഫ് ധർമ്മ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അത്യാവശ്യം വലിയ ടോപ്പിക്സ് ആണ് സം എക്സ്പെർട്സ് ഓഫ് ധർമ്മ എന്നുള്ളത്. അത് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞ ബുദ്ധിസമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉള്ളൊരു എന്താ പറയുക ചിന്തയിലങ്ങ് നമ്മൾ മുന്നോട്ട് പോയാണ്. നമുക്ക് ഓവർ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് പറയാനുള്ള ടൈമുള്ളൂ. പറക്കുന്നു ദയവേത് മനസ്സിലാക്കാം. കാരണം ഒരുപാട് ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ. എ ഓർഡിനറി ഇറ്റ് മീൻസ് പയസ് ആക്ട്. ബി ഡ്യൂട്ടി ടുവേർഡ്സ് അതേഴ്സ് സൊസൈറ്റി കൺട്രി എക്സെട്ര. A ordinary it means pious act. B duty towards others, society, country, etc. A ordinary it means pious act. B duty towards others, society, country, etc. C nature. 1. The nature of fire is to burn. 2. The nature of water is to cool. 3. The nature of soul is conscience, sentient, immortality, infinite knowledge, perception, energy, blisses, long to be purified, to rise upward to moksha, eternal salvation. D. Religion. With that religion that saves one from sinking in the temporal ocean of births and deaths, samsara. Religion consists of dana, charity, shield, chastity, tapa, penance, and bhava, intention. D. Religion that saves one from sinking in the temporal ocean of births and deaths, samsara. Religion consists of dana, charity, shield, chastity, tapa, penance, and bhava, intention. ഈ ധർമ്മ സ്പിരിച്വൽ സമയാഗ ജനാന ദർശന ആൻഡ് ചൈത്ര. റൈറ്റ് ആൻഡ് ട്രൂ നോളജ്, ഫെയ്ത്ത് ആൻഡ് കണ്ടക്ട്. എഫ് ധർമ്മ ശരമന ധർമ്മ, മോൺക്ക്ഹുഡ്, having one shama, forbearance. 2. Mardava, humbleness, politeness, humility and courtesy. F dharma sharamana dharma, manhood, having
1. Kshama, forbearance. 2. Mardava, humbleness, politenesses, humility and courtesy. 3. Arjava, franknesses, forwardnesses, deceitlessness. 4. Mukti, free from desires and greed. Free from desires and greed. 5. Tapa. 5. Tapa, penance of 12 kinds. Penance of 12 kinds. 6. Semeyama. To stop allow inflow of karmas. 6. Semeyama, to stop all inflow of karmas. 7. Satya. Satya, beneficial, pleasant and well thought truth, avoiding untruth. 7. Satya, beneficial, pleasant and well thought truth, avoiding untruth. 8. Such a purity of conduct. 8. Such a purity of conduct, to avoid all shortcomings. To avoid all shortcomings. 9. Akimchanya. 9. Ekimeknia. 9. Ekimeknia. To abstain from wealth and other material desires. 9. Ekimeknia, to abstain from wealth and other material desires. To abstain from wealth and other material desires. Even love and affection on body. Even love and affection of own body. 10. Brahmacharya. 10. Brahmacharya, complete celibacy, chastity in thought, word and deed. 10. Brahmacharya, complete celibacy, chastity in thought, word and deed. നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Some aspects of dharma. Some aspects of dharma. A ordinary, it means pious act. A ordinary, it means pious act. B. Duty towards others, society, country, etc. B. Duty towards others, society, country, etc. C. Nature. Nature. 1. The nature of fire is to burn. 2. The nature of water is to cool. 3. The nature of soul is conscience, sentient, immortality, infinite knowledge, perception, energy, blesses, longs to be purified, to rise upward to moksha, eternal salvation. See nature. 1. The nature of fire is to burn. 2. The nature of water is to cool. 3. The nature of soul is conscience, sentient, immortality, infinite knowledge, perception, energy, blesses, longs to be purified, to rise upward to moksha, eternal salvation. A. Ordinary, it means pious act. B. Duty towards others, society, country, etc. C. Nature. 1. The nature of fire is to burn. 2. The nature of water is to cool. 3. The nature of soul is conscience, sentient, immortality, infinite knowledge, perception, energy, blesses, longs to be purified, to rise upward to moksha, eternal salvation. D. Religion. Religion, that saves one from sinking in the temporal ocean of births and deaths, samsar. Religion consists of dana, charity, shield, chastity, tapa, penance, and bhava, intention. Dharma, spiritual, semiyaga,
E Dharma, spiritual, Samyaga, Janana, Darshana, and Chari, Chari, Charitra, right and true knowledge, faith and conduct. E Dharma, spiritual, Samyaga, Jana, Darshana, and Charitra. Right and true knowledge, faith and conduct. E Dharma, spiritual, Samyaga, Jana, Darshana, and Charitra. Right and true knowledge, faith and conduct. F Dharma. Sharamana Dharma, manhood. Sharamana Dharma, manhood, having one Kshama, forbearance, two Mardava, humbleness, politenesses, humility and courtesy, three Arjava, franknesses, straightforwardnesses, deceitfulnesses, for Mukti, free from desires and greed, five Tapa, penance of 12 kinds, six Samyama, to stop all inflow of karmas, seven Satya, beneficial, pleasant and well thought truth, avoiding untruth, eight Swacha, purity of conduct to avoid all shortcomings, nine Ekimkanaya, to abstain from wealth and other material desires, even love and affection of own body. 10 Brahmacharya, complete celibacy, chastity in thought, word, and in deed. 8 Swacha, purity of conduct to avoid all shortcomings. 9 Ekimkanaya, to abstain from wealth and other material desires, even love and affection of own body. 10 Brahmacharya, complete celibacy, chastity in thought, word, and deed. But F Dharma, Sharamana Dharma, manhood, having one Kshama, forgivenesses, forbearance. Two Mardava, humblenesses, politenesses, humility and courtesy. Three Arjava, franknesses, straightforwardnesses, deceitfulnesses. Four Mukti, free from desires and greed. Five Tapa, penance of 12 kinds. Six Samyama, to stop all inflow of karmas. Six Samyama, to stop all inflow of karmas. Seven Satya, beneficial, pleasant and well thought truth, avoiding untruth. Seven Satya, beneficial, pleasant and well thought truth, avoiding untruth. 8 Swacha, purity of conduct to avoid all shortcomings. 9 Ekimkania, to abstain from wealth and other material desires, even love and affection of own body. 10 Brahmacharya, complete celibacy, chastity in thought, word, and deed. 8 Swacha, purity of conduct to avoid all shortcomings. 9 Ekimkania, to abstain from wealth and other material desires, even love and affection of own body. 10 Brahmacharya, complete celibacy, chastity in thought, word, and deed. 8 Swacha, purity of conduct to avoid all shortcomings. 9 Ekimkania, to abstain from wealth and other material desires,
Even love and affection of own body. 10. Brahmacharya, committed celibacy, chastity in thought, word and deed. അപ്പോൾ സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓർഡിനറി ഇറ്റ് മീൻസ് പയസ് ആക്ട്. എ. ബി ഡ്യൂട്ടി ടുവേർഡ്സ് അതേഴ്സ്, സൊസൈറ്റി, കൺട്രി എക്സെട്ര. സി നേച്ചർ. ഡി റിലീജിയൻ. ഇ ധർമ്മ. എഫ് ധർമ്മ. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നല്ല പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ. നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അത്രയും നല്ല എന്താ പറയുക, നല്ല വേർഡ്സും നല്ല മെസ്സേജസും ഒക്കെയാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. പറ്റാവുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. കുറെ കൂടി പറയേണ്ടതാണ്, പക്ഷേ നമുക്ക് ടൈമില്ല എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത്രയും വെച്ച് അവസാനിപ്പിക്കണം. എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ നമ്മുടെ ബുദ്ധിസത്തിൽ വരുന്നത്. നമ്മുടെ മൈക്കിലെ ചാർജൊക്കെ ഏതാണ്ട് അവസാനിക്കാറായി. അതുകൊണ്ടാണ് നമ്മൾ വെച്ച് അവസാനിപ്പിക്കുന്നത്. അല്ലേ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഇനിയും കുറേ വിശദീകരിച്ചിരുന്നാൽ ശരിയാവില്ല. ചിലപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസ് ചെയ്യുന്നത് എന്നൊരാഗ്രഹം കൂടി ഉണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്കിതിൽ ഏറ്റവും താല്പര്യമായിട്ടുള്ളൊരു സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. എനിക്ക് എഫ് ആണ് ഇഷ്ടമായത്, ധർമ്മ എന്നത്തെ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഈ ലാസ്റ്റും എല്ലാം ഒരേപോലെ തന്നെ നല്ല രീതിയിലുള്ള സെൻറ്റൻസുകളാണ്. പിന്നെ ഇതിൽ 3 വരുന്നത് ധർമ്മയിൽ, എഫ് ധർമ്മയിൽ 3. ആർജവ, ഫ്രാങ്ക്നെസ്, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സസ്, ഡിസൈറ്റ്ലെസ്സസ്, അതൊക്കെ നല്ല പോയിന്റ്സ് ആണ്, നല്ല വേർഡ്സ് ഒക്കെയാണ്. പിന്നെ ധർമ്മയിൽ 1 ക്ഷമ, ഫോർഗിവ്നെസ്സസ്, ഫോർബിയറൻസ് എല്ലാനും. പിന്നെ ഈ ധർമ്മം അത്യാവശ്യം കൊള്ളാവുന്നതാണ്. സ്പിരിച്വൽ, സെമയാഗ, ജനാന, ദർശന ആൻഡ് ക്യാരക്ടർ, റൈറ്റ് ആൻഡ് ട്രൂ നോളജ്, ഫെയ്ത്ത് ആൻഡ് കണ്ടക്റ്റ്. അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം. അത്യാവശ്യം നല്ല ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. പിന്നെ സി നേച്ചർ, ദ നേച്ചർ ഓഫ് ഫയർ ഈസ് ടു ബേൺ, ദ നേച്ചർ ഓഫ് വാട്ടർ ഈസ് ടു കൂള്. അതൊക്കെ നല്ല എന്താ പറയുക, നല്ല സെൻറ്റൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ പ്രത്യേകം എടുത്ത് പറയണമെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ പറഞ്ഞതിലൊക്കെ. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം, ബുദ്ധ ഇൻ ഹിന്ദുയിസം, ഇമ്പോർട്ടൻ്റ് ഫാക്ട്സ് അബൌട്ട് ബുദ്ധ, സോഷ്യൽ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ഡോക്ട്രിൻ ഓഫ് ബുദ്ധിസം. ഇനി ഒരുപാട് വരുന്നുണ്ട് നല്ല നല്ല സെൻറ്റൻസുകളൊക്കെ. ബുദ്ധിസ്റ്റ് കൗൺസിൽസ്, പിന്നെ ടേബിൾ 1.3 ബുദ്ധിസ്റ്റ് കൗൺസിൽസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. രാജഗൃഹ, വൈശാലി, പാടലിപുത്ര, അത്യാവശ്യം 5 ഇത് വരുന്നുണ്ട്. 5 പ്ലേസസ്. പിന്നെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഇൻ മോഡേൺ ടൈംസ് ആണ് പിന്നെ വരുന്നത്. പിന്നെ മഗധ എംപയർ 6th century to 4th century BC. Notable dynasties in Magadha. Extent of empire features notable rulers of Magadha, Bimbisara, Ajatashatru, Persian and Macedonian invasions. Persian invasion. ഈ ടോപ്പിക്സിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് കുറേ ഭാഗത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. അതുപോലെ തന്നെ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും മറക്കരുത്.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുള്ളൂ എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. സോറി, നമുക്ക് സ്പെഷ്യൽ ക്ലാസ്സസും എടുക്കാൻ പറ്റില്ല, കാരണം മൈക്ക് ഓഫായിപ്പോയി. എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി, ഓഫായിപ്പോയി മൈക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല. ഈ ടൈമിൽ തന്നെയാണ് ഓഫായി പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. എന്തായാലും റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. നമുക്ക് എന്തായാലും ഞാൻ വിചാരിച്ചത് ഒരു 15 മിനിറ്റ് കൂടി ഞാൻ പ്രതീക്ഷിച്ചു മൈക്കിൽ ചാർജ്. പക്ഷെ നമ്മുടെ മൈക്ക് 1 വർഷത്തോളമൊക്കെ ആയി ഏകദേശം. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ അത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, ചാർജും കാര്യമൊക്കെ. എന്തായാലും നമ്മൾ ഈ ടോപ്പിക്ക് എന്തായാലും സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ എന്നുള്ള ടോപ്പിക്ക് എന്തായാലും നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സസിൽ എന്തായാലും ചെയ്യും, കാരണം നല്ലൊരു ടോപ്പിക്കാണ്. കുറച്ചും കൂടി നമ്മൾ ഇൻഫ്ലുവൻസ് ഓഫ് ബുദ്ധിസം അല്ലെങ്കിൽ എന്താ പറയുക ഫൗണ്ടർ മുതൽ ചെയ്യും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യും എന്തായാലും വീഡിയോ. എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും അത് യൂട്യൂബിൽ. എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ സം ആസ്പെക്ട്സ് ഓഫ് ധർമ്മ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ വീഡിയോ രാത്രിന് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.